അതേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പൊന്നാങ്കണ്ണി ചീര തോരനാണ്. വളരെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് ചീരയ്ക്ക്. അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് നട്ടു വളർത്താൻ കേട്ടോ. ഭയങ്കരമായിട്ട് പിടിച്ചോളും ഏത് കാലാവസ്ഥയിലും. ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ഗ്രോ ബാഗിനകത്തോ ചട്ടിക്കകത്തോ ഒക്കെ നട്ടു വളർത്തിയാൽ ഇഷ്ടംപോലെ ചീര എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വേര് ഉള്ളത് കൊണ്ട് കേട്ടോ, അപ്പം നമുക്ക് നടാൻ എളുപ്പമാണ്. പിന്നെ കുറച്ച് നേരത്തെ പണിയാണ്, പിന്നെ നല്ല ഹെൽത്തി അല്ലയോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോൾ കണ്ടാലും അങ്ങ് വാങ്ങിക്കും. അപ്പോൾ ഇതാദ്യം 2 കഷ്ണം നട്ട് വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് തോരൻ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വേര് പിടിച്ചതാണ്, ഇനിയുണ്ട്. അപ്പോൾ ഇതിലേ കൊണ്ടുപോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതുണ്ട്, ഇതും വേരുണ്ട്, വേരോടെ കൂടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നടാം. അപ്പോൾ ഇതുപോലൊരു ചട്ടിക്കകത്തോട്ട് മണ്ണ് നിറച്ചിട്ട്, ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ നല്ല മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട്. തേയിലപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് വേണം, അരിപ്പേ തന്നെ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ച് പഞ്ചസാരയുടെ അംശമൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചാകുമ്പോൾ ഇതുപോലെ ചാഴിയും അതായത് കുഞ്ഞ് പുഴുക്കളും മുറുമ്പും ഒന്നും കയറത്തുമില്ല. അങ്ങനെ ഒഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നട്ടു വയ്ക്കാം. ഈ വേര് പിടിച്ച കഷ്ണമൊക്കെ എടുത്ത് നടാം. ഇല്ലേലും കിളിച്ചോളും കേട്ടോ. ഞാൻ പിന്നെ അങ്ങ് വേര് പിടിച്ച ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിന്, അതുകൊണ്ടങ്ങ് നട്ടത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മണ്ണിൽ വറ്റിക്കിടന്ന് വളരുന്നതുകൊണ്ടാണ്. ഇത് പൊക്കത്തിൽ വളരും. നമ്മൾ ഈ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ പിച്ച് എടുത്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ ചീര കിട്ടും. അപ്പോൾ ഇനി മൊത്തം അങ്ങോട്ട് ഇത് മൊത്തം അങ്ങ് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് നല്ല വേര് പിടിച്ചിടണം. എടുത്ത് നട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒരു കുഞ്ഞ് കഷ്ണം ഉണ്ടല്ലോ, അതേ ഇതുപോലെ ഈ തണ്ടല്ല, ഈ മുട്ടിന് വെച്ചിട്ട് അങ്ങ് നട്ടാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെ അങ്ങ് വേര് പിടിച്ച് നിറയെ പിടിച്ചോളൂ. അപ്പോൾ ഇനി ഇതേപോലെ ഈ ഭാഗം വേണം നമ്മൾ മണ്ണിൽ കുഴിച്ച് വയ്ക്കാൻ, ഇവിടെ വല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് നിറയെ പൊന്നാങ്കണ്ണി ചീര നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട്, അവിടെ നടാം. ഇതുപോലെ ഒരു 3-4 ഗ്രോ ബാഗിനകത്തോ ചട്ടിക്കകത്തോ ഒക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇഷ്ടം പോലെ എടുക്കാനുള്ള ചീര കിട്ടും. ഇതെല്ലാം പൂവൊക്കെ ആയതുകൊണ്ടാണ്. ഇതാണ്ട് ഇതെല്ലാം എല്ലാം നല്ലപോലെ അങ്ങ് കിളിക്കുന്നത്. ഇനി ഇത് തോരൻ വയ്ക്കാനായിട്ട്, അപ്പോൾ പൂവുള്ളതുകൊണ്ട് കുറച്ച് പാടാണ്. എല്ലാം നുള്ളി പറക്കിയെടുത്ത് കഴുകിയെടുത്ത് തോരൻ വയ്ക്കാനായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേര് പിടിക്കുന്നത് വരെ നമ്മളിതൊന്ന് തണലത്ത് വെക്കണം. വേരൊക്കെ പിടിച്ച് കഴിഞ്ഞ് നോർമലി പിന്നെ വെയിലത്ത് അങ്ങ് വെച്ചേക്കാം, നന്നായിട്ട് പിടിച്ചോളും. പുതിയ എത്ത് വരുന്നവരെ വെയിലത്ത് വയ്ക്കാതെ തണലത്തായിട്ട് അങ്ങ് വയ്ക്കണം, അപ്പോൾ വേര് പിടിച്ചോളും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഇലയെല്ലാം പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പൂവുള്ളതാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് അതിനും വാങ്ങിക്കരുത്. അതുപോലെ നട്ടാലും പൂക്കുന്നതിന് മുമ്പ് എടുക്കണം. പൂവാണെങ്കിൽ അഴുക്കാണ്, പൂ ഭയങ്കര കട്ടിയായിരിക്കും, ആ ഭാഗം ഭയങ്കര കട്ടിയായിരിക്കും, പിന്നെ ഭയങ്കര പാടുമായിരിക്കും നമുക്കത് പെറുക്കിയെടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ ഉണക്കി വെക്കാം കേട്ടോ. ഇതേപോലെ കഴുകി വെള്ളമൊക്കെ മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് അതിൻ്റെ പൊടിയാക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കാം, കുറച്ച് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് എന്നും നമുക്ക് അല്ലെങ്കിൽ 2 ദിവസം ആഴ്ചയിൽ 4 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇപ്പം ഞാനിത് ഇതേപോലെ അങ്ങ് ഉപയോഗിക്കുക കേട്ടോ, ഉണക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ച് നല്ല വൃത്തിയാക്കി ഒരു പിന്നെ ഉണങ്ങിയ കുപ്പിയിലാക്കി എടുത്ത് നമുക്ക് വെച്ചാൽ നല്ല ശുദ്ധമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ പൊടി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇത് കുറച്ച് ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഞാൻ തോരനായിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. നമുക്കിത് വേഗം തോരൻ വയ്ക്കാം. ഇതുപോലെ ഒരു പാനെടുപ്പ് വെച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് 2 വറ്റൽമുളക് കൂടെ മുറിച്ചിടാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീര എടുത്ത് അതിനകത്ത് ഇടാം. ചീരയുടെ കൂടെ ഞാൻ ഇതുപോലെ മുളകും ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചീര അങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല, വേണേ അരിയാൻ, ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ പിച്ചി ഇങ്ങനെ എടുത്തോണ്ട് ചെറിയ കഷ്ണമായിട്ട്, അല്ലാതെ കട്ടിയുള്ളതൊക്കെ ഞാൻ കളഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എടുത്തേ ഉള്ളൂ. കുറച്ച് വെളുത്തുള്ളി ചതച്ചുണ്ട്, അതുകൂടെ അങ്ങ് ഇടുക. അപ്പോൾ ഇതതുപോലെ ഇട്ട് ഈ ഉപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ഇട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിക്കണ്ട, ചീര ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. ഇത്രയേ കാണും കേട്ടോ.
ഇച്ചിരിയേ കാണും. കാരണം നമ്മൾ ആ പൂത്തത് വാങ്ങിക്കരുത്. നടുവാതെ തന്നെ പൂക്കുന്നതിന് മുമ്പ് അങ്ങ് എടുക്കണം. അപ്പോൾ തളിരായിട്ടുള്ള ആ ഇത് കിട്ടും. അരപ്പ് ഇതുപോലെ തേങ്ങാപ്പീര, ജീരകപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമ്മൾ എന്താ പറയുക, വെളുത്തുള്ളി ചതച്ച് ചേർത്തായിരുന്നല്ലോ. ഇതാണ് ബേസിക്കായിട്ട് ഏതൊരു തോരൻ്റെ അരപ്പ്. ഇപ്പം ഇലകളല്ലെങ്കിൽ കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പറഞ്ഞില്ലേ, ഇതങ്ങ് ഒതുങ്ങി അങ്ങ് പോവും. മുരിങ്ങയില പിന്നെയും കുറച്ചുകൂടെ കാണും. ഇത് ഇത്രയും അങ്ങ് ഒതുങ്ങിപ്പോവും, കട്ടിയേ ഇല്ലാത്ത ഇലയ്ക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് എടുത്തു കഴിയുമ്പോൾ തോരൻ റെഡി. ഇത് നമ്മുടെ അടിപൊളി ചീരത്തോരൻ റെഡി. അതായത് പൊന്നാങ്കണ്ണി ചീര. ഭയങ്കര ടേസ്റ്റാട്ടോ ഇതിന്. നല്ല അതായത് ഒരു കയ്പ്പ് അങ്ങനത്തെ ഒരു ഇതുമില്ല, നല്ല രുചിയാണ് ഇതിന്. അപ്പോൾ ഇത് നട്ട് വളർത്താൻ ശ്രദ്ധിക്കണം. കാരണം അത്രയ്ക്കും നല്ലതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് ചുമപ്പുണ്ട് പച്ചയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പച്ചയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ചുമപ്പ് നമ്മൾ സാധാരണ പണ്ടെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വായനശാലയൊക്കെ ഉണ്ട്. സ്കൂളുകളിലൊക്കെ ഈ ഒടിച്ചു കുത്തിച്ചീരാന്നും പറഞ്ഞിട്ട് നടുവായിരുന്നു. അന്ന് അത് ആർക്കും അറിയാൻ വയ്യായിരുന്നു അത്ര ഇതാണ് സംഭവം എന്നൊന്നും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.